എന്റെ റബ്ബേ, ഒരു കുപ്പായം തുന്നാൻ കൊടുത്തിട്ട് ഇമാതിരി കച്ചറയാവുന്ന ആരെങ്കിലും വിചാരിച്ചോ? അന്റെ മാപ്പിള എന്റെ പരിപ്പൊന്നും ഓരെടുത്ത് പേവില്ല. പുലിക്കുട്ടിയോടെ രണ്ടെണ്ണം. എന്റെ ആമനോ ഒയ്യൊന്ന് കണ്ടതാ. അന്റെ പേരാവും പീഡയ്ക്കിട്ടേക്കണത്. എന്റെ പഠിച്ചോനെ, പറഞ്ഞപ്പോ വിശ്വാസായില്ല. പച്ചെങ്കില് ഇന്നലെ അങ്ങാടിയിൽ വെച്ചുണ്ടായത് കേട്ടപ്പോ എന്റെ പാത്തുട്ടിയെ വിശ്വാസം വന്നു. ഓന്റെ കൂടെയല്ലേ ആ മലപ്പുറം മൊയ്തീനും മഞ്ചേരി മജീദും. കുന്നത്തങ്ങാടിയിലെ പെണ്ണുങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോകാൻ കഴിവുള്ളവരാ. പിന്നല്ലേ ഈ പാത്തുട്ടെ, അരി ഉണ്ടെങ്കിൽ ഒരു ഇടങ്ങായി അരിയും എടുത്ത ഞമ്മള് റേസം മേടിച്ചിട്ട് തരാം. ഈ എന്തിനാ പേടിക്കണ്? സന്തോഷിക്കല്ലേ വേണ്ടിയത്. എന്നോട് ഇഷ്ടമുള്ളോണ്ടല്ലേ. ആ ചെക്കന് ഇന്ന് വെച്ച ജീവന. സംഗതി മനസ്സിലായി. എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഞാൻ സക്രാത്തിന്റെ ഹാലിലാണ്. കുറച്ച് വെള്ളം കൊണ്ടാ. എനിക്ക് തലകറങ്ങണോ? അള്ളാഹു 2 ദിവസം 5 ദിവസം ഈ കിനാവ് വല്ലതും കണ്ടോ? പിന്നെ എന്താ ഈ പണിച്ചുത്തിരുന്നത്? നിങ്ങളെന്തോ കിനാവ് കണ്ട് പേടിച്ചു എന്ന് ഞാൻ കിനാവ് കണ്ട്. ഓനവിടെ അസീസ്. ഇനി ഇവിടെ മറ്റേ വന്ന ആ ശൈത്താൻ ആര്? മൂരി. അതാ എനിക്ക് പേടിയൊന്നുമില്ല. നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടി എനിക്കുമില്ല. ഇവനോട് പോയി ചെക്കൻ അസീസ്. അസീസേ, അസീസേ. അല്ല, ഈ എന്താ ഉറങ്ങിയില്ലേ? അനക്കെന്താ പറ്റിയേ? മജനക്ക, ഇതുകൊണ്ടൊന്നും കാര്യമായില്ല. നിങ്ങൾ ഒരു പക്ഷെ ഹൈദ്രോസായിട്ട് മുട്ടും. ഹൈദ്രോസ് നിങ്ങളെ കുത്തി മനസ്സിൽ വരും. യാതൊരു സംശയമില്ല. എന്നാലും ഓൾ എന്റെ കൂടെ വരുമോ? ധൈര്യമായിട്ട് തട്ടിക്കൊണ്ടുപോവാ. അടവൊന്ന് മാറ്റണമെന്ന് മാത്രം. അതിനേതടവ്? അങ്ങനെ ഒരു അടവുണ്ട്. അതെന്നെ ഞാൻ പഠിപ്പിച്ചില്ല. മുണ്ടാണ്ട് അവിടെ ഇരുന്നോ. ഓൾക്കെന്നോട് ഇഷ്ടമുണ്ടോന്ന് എങ്ങനെ അറിയാ? അതൊക്കെ ഈ എന്നെ ചോദിച്ചോളണം. അല്ലാതെ നമ്മളെ മലപ്പുറം കത്തിക്ക് ഉറുമിക്കൊന്നും അതിന് കഴിയൂല. അപ്പോ വീട്ടിൽ ചെന്നാ? അതെ, അത് നമ്മളേറ്റ്. അന്റെ ഒരു രോമത്തിന് കേട് പറ്റാതെ നമ്മൾ നോക്കിക്കോളാം. മാണെങ്കിൽ ഒരു ധൈര്യത്തിന് മജീദ് വരും. നിങ്ങൾ പോയാ മതി. ഇമാതിരി ചീപ്പ് ഇടപാടിനൊക്കെ ഞാൻ പോണോ മജീദ്? ഞാൻ പോയി നോക്കാം. ആവശ്യമുണ്ടോ എങ്ങനെ വിളിക്കാം. മനസ്സിലൊരു തോന്നൽ ആമിനക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും. 2 ഫ്ലൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. പൈലറ്റുമാർ ഇവിടെ ഇല്ലേ? ആസലെ കോലങ്ങള്. ഇവന്മാര് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങണത് കണ്ടാ തോന്നും ഇന്നലെ കല്യാണം കഴിഞ്ഞതാണ്. അയ്യടെ ആരത്തെ പുസ്തകം കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കണം. കാണിച്ചു തരാം ഞാൻ. ഓടാ, അത് ഞാൻ ഇന്നലെ വലിച്ചേറി കളഞ്ഞു. അതിൽ കാര്യമായിട്ടൊന്നുമില്ല.
അയ്യോ അവന്റെ ഒരു നാണം കണ്ടില്ലേ. ഓ ഇന്നാർക്ക് കോളേജിലൊന്നും പോണ്ടേ? സമയം 9 മണി കഴിഞ്ഞില്ലേ? അയ്യോ മണി 9 കഴിഞ്ഞാ. വേഗം വാ. എന്താ അയ്യോ എന്താ ഇപ്പൊ അവരുടെ ഒരു തിരക്ക്. ഓ എടാ ഉരുണ്ട് മറിഞ്ഞ് വീട് കയ്യും കാലും അടിക്കാനുള്ള മെല്ലപ്പോ. ഓ ശരിയേ, ഞങ്ങൾ നോക്കിക്കോളാവേ. എന്താടോ ഇത്? രാവിലെ പേടിപ്പിക്കാനായിട്ട് ഓരോരുത്തർ വന്ന് കേറി. ഇത് ഒപ്പിടാൻ അതിൽ ഞാൻ ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടോണം. മൊട്ടത്തലയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? എന്താടോ എന്താടോ പുറത്തൊരു ബഹളം? ഫസ്റ്റ് അല്ലേ സാറേ, പിള്ളേർ ആഘോഷിക്കുന്നാവും സാറേ. രജിസ്റ്റർ അവിടെ വെച്ചിട്ട് പോടോ. മണി 11 നിങ്ങൾ എവിടെ പോയി എന്റെ കർത്താവേ? എത്തിയോ കാലമാര്? ഇങ്ങോട്ട് കാട്ട് പാത്രം. ഇങ്ങോട്ട് കാട്ടാ. ആ 2 വേണ്ട, 1 മതി. ചേട്ടാത്തിയെ ഇതില് കൊള്ളാവുന്ന പീസൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാടാ? കൊള്ളാവുന്ന പീസൊക്കെ നിന്റെ മൊബൈലിലല്ലേ? മേരിച്ചേടത്തിയത് എപ്പ കണ്ട്? എടാ സിദ്ധാർത്ഥ, കൊക്ക എത്ര കോളം കണ്ടടാ. അതെ കഴിച്ചേച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാരിച്ച കാര്യം അന്വേഷിച്ച് തല പുണ്ണാക്കണ്ട. മേരിച്ചേട്ടത്തി എന്തുവാ പറഞ്ഞത്? എഴുന്നേറ്റ് പോടാ. വെള്ളം കൊണ്ടുവരാ. പാണ്ടാറാടുകാര് ഇത്ര പെട്ടെന്ന് 3 മണിയായോ? ഇനി അവന്മാർക്ക് ഒരു ഒടുക്കത്തെ കട്ടാൻ കാപ്പി. ഇവർക്കൊരു കട്ടൻ കാപ്പിയുടെ കുറവേ ഉള്ളൂ. നല്ല പഠിത്തം. ഓ കരിമുട്ടി കിടക്കണുണ്ട്. എണീക്കടാ എണീക്കടാ. ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടല്ലേ. എന്റെ കർത്താവേ, എന്റെ ഈശോയെ, ഇവന്റെ ഒക്കെ മുന്നിൽ എങ്ങനെ ധൈര്യമായിട്ട് വന്ന് നിൽക്കും? വൃത്തികെട്ടവന്മാര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പ്രായോ അതല്ലേ. എന്റെ കർത്താവേ, നീ തന്നെ കാത്തോളണേ. അയ്യോ അയ്യോ നിങ്ങളിങ്ങനെ ഇത് ഞാനടാ ചേട്ടത്തി. നിങ്ങളിങ്ങനെ ഈ സിനിമയിൽ വന്നേ? സിനിമയാ? എടാ നിന്റെ അച്ഛനല്ലേ പറഞ്ഞത് പിള്ളേര് 3 മണിക്കിടയിട്ട് പഠിക്കും, അവർക്ക് കട്ടൻ കാപ്പി ഇട്ട് കൊടുക്കണമെന്ന്. എന്നിട്ട് ഇപ്പൊ മോൻ പ്രേതം പടം കണ്ടോണ്ടിരിക്കുക. എടാ പേടിത്തോണ്ട നീ എങ്ങനെ SSFU ആയത്? അതല്ല എന്റെ കൂട്ടുകാരൻ എവിടെ? അവനോ? അവനിവിടെ എവിടെയോ. അല്ല ഇനിയിപ്പൊ അവനെയും ഡ്രാക്കുള വിഴുങ്ങിയ. കിളവന് ബോധമല്ല, ചത്തോളാ തോന്നുന്നത്. പെട്ടെന്ന് വണ്ടി എടുത്തൊന്ന് മാറില്ല അങ്ങോട്ട്. എന്തിനാ? പെട്ടെന്ന് ആള് വരുന്നതിന് വണ്ടി എടുത്ത് മാറ്റണം. താൻ അമ്പലത്തിന് മുമ്പ് വെയിറ്റ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് വരാം. പോ, പെട്ടെന്ന് പോ. ഇതിന്റെ സേവ് അവിടെ പോലീസാ.
ഇങ്ങോട്ട് മാറിയില്ലടാ, ഇങ്ങോട്ട് മാറിയില്ലടാ. എന്താടാ നിന്റെ പേര്? കിരൺ. എന്താടാ മുഴുവൻ പേര്? കിരൺ പി എസ്. കിരൺ പി എസ്. സാർ ഇതെല്ലാം വെറും ഫോട്ടോ കോപ്പിയാണ് സാർ. അത് നിന്റെ വണ്ടിയാണോടാ? അല്ല സാർ. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ. ഫ്രണ്ടിന്റെ? എന്താടാ അവന്റെ പേര്? നിത്യ നമ്പൂതിരി. നിത്യ നമ്പൂതിരി അല്ലടാ? അതെ സാർ. അപ്പൊ ആരാടാ ഈ ദിയ? അതവളുടെ അമ്മയോ ചേച്ചിയോ വല്ലതും ആയിരിക്കും. ആയിരിക്കും. നിത്യ നമ്പൂതിരിയുടെ ചേച്ചി ആയിരിക്കും ദിയ സാമുവൽ അല്ലടാ? എവിടെ നിന്നാടാ വണ്ടി മോഷ്ടിച്ചേ? എവിടെന്നോ വണ്ടിയും മോട്ടിച്ചോണ്ട് വന്ന വെപ്രാളത്തിനിടയിൽ ഇവൻ ആ സൈക്കിളുകാരനെ ഇടിച്ചിട്ടു അല്ലേടാ? അല്ല സാർ, ഞാൻ കള്ളനല്ല. സത്യം പറയടാ. ഇതിനു മുമ്പ് നീ എത്ര വണ്ടികൾ നാട് കടത്തിയിട്ടുണ്ട്? ഞാനൊന്നും കടത്തിയിട്ടില്ല സാർ. സാറേ 2 എണ്ണം കൊടുത്താൽ ഇവൻ തത്ത പറയും പോലെ സത്യം പറയും. ഞാൻ അവസാനമായിട്ട് ചോദിക്കുകയാണ്, നീ ഇതെവിടെ നടാ പൊക്കിയത്? സത്യമായിട്ട് ഞാൻ മോട്ടിച്ചിട്ടില്ല. ഞാൻ ഇതൊരു ഒരു വണ്ടി മോട്ടിച്ചിട്ടില്ല സാർ. ഞാൻ കള്ളനല്ല. താനൊരു കാര്യം ചെയ്യും, അവന്റെ വീട്ടിൽ വിവരം അറിയിക്കും. പിന്നെ ഈ RC ബുക്കിലെ അഡ്രസ് നോക്കി ആ ഓണറെ കൂടെ വിവരം അറിയിക്കും. അവരും കൂടെ വന്നിട്ടാവാം ഇനി ചോദ്യം ചെയ്യല്. ഓക്കെ സാർ. ഇങ്ങോട്ട് മാറിയല്ല. ഇവനെ നിങ്ങൾക്ക് അറിയാമോ? കിരണാണ് സാർ. അതെ അതെ, ഇത് നമ്മുടെ കിരൺ തന്നെയാ. പിന്നെ നീ എന്തിനാണ് കിടന്ന് വിറച്ചത്? എന്തോ ഒരു വലിയ കള്ളത്തരം ചെയ്തതുപോലെ. നീ എന്താടാ ദിയ സാമുവിന്റെ പേര് പറഞ്ഞപ്പോ ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിന്നത്? അത് സാർ, കിരണിന് അറിയില്ലായിരുന്നു വണ്ടി എന്റെയാണെന്ന്. വണ്ടി കൊടുത്തത് നിത്യക്കാ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്. അത് സാർ ആദ്യമായിട്ടാ ഈ ആക്സിഡന്റും പോലീസ് സ്റ്റേഷനും ഒക്കെ. ചിലപ്പോ ഭയന്നിട്ടുണ്ടാവും സാർ. ആ വണ്ടിയുടെ ഒറിജിനൽ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് കാണിക്ക. ആ വർഗീസേ, ആ പുറത്ത് നിൽക്കുന്നവരെ കൂടെ ഇങ്ങ് വിളിക്ക്. ആ വലിയ കുഴപ്പമൊന്നുമില്ല സാർ. പിന്നെ ചാർജ് ഷീറ്റ് എഴുതിയിട്ടില്ല. ഈ കേസിന്റെ കാര്യത്തില് നമ്മൾ 2 കോൺസ്റ്റബിൾമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിയിട്ടുണ്ട്. ആ പുറത്ത് നിൽക്കുന്ന വർഗീസിന്റെ കയ്യില് അവർക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് പോകണം. ശരി സാർ. ആ പിന്നെ ജനറൽ ഹോസ്പിറ്റലിൽ ആ കിളവൻ കിടപ്പുണ്ട്. അവന്റെ ആൾക്കാരുമായിട്ട് സംസാരിച്ച് അതും അങ്ങ് സെറ്റിൽ ചെയ്തേക്ക് സാർ. പിന്നെ ഒരു പ്രശ്നം വരണ്ടല്ലോ. ശരി സാർ. ഓ ഡേ, നീ അഡ്രസ്സും ഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുത്തിട്ട് പോ കേട്ടാ. താങ്ക് യു സാർ. ഒന്ന് ഇറങ്ങി പോടേ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ കിരൺ PS ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നിന്നാണ്. അതെ സാർ, രാവിലെ വിളിക്കാൻ പറഞ്ഞു ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഇൻ്റൽ i5 അല്ലേ? ഓക്കെ. 4GB RAM, 2.1 സ്പീക്കേഴ്സ് പ്ലസ് UPS. ഓക്കെ സാർ. ഉച്ചയ്ക്ക് മുമ്പല്ലേ? സാറിൻ്റെ മൊബൈൽ നമ്പറോട് തന്നാൽ 9442755012. ഓക്കെ ഓക്കെ സാർ. ഉച്ചയ്ക്കും എത്തിക്കാം സാർ. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അയ്യോ, എന്തോ
രാവിലെ ഒരു ഓർഡർ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു, മരിച്ച പോലെ അങ്ങ് മറന്നുപോയി. ഞാൻ വിചാരിച്ചു ഇവിടെ ആരോ മരിച്ചു പോയിരുന്നു. അളിയാ, ഈ കോൺഫിഗറേഷൻ ഒന്ന് ശരിയാക്കി തടാ. എടാ, എനിക്ക് രാവിലെ മെഷീൻ സെറ്റ് ചെയ്യാൻ ഡെലിവറി ആവില്ലേ? നീ വേറെ ആരെങ്കിലും നോക്കിയേ. നീ അങ്ങനെ പറയാതെ. എന്തുവാണ് ഇത് ഒരുമാതിരി കൊച്ചുപിള്ളേരെ പോലെ? നിനക്കറിയാലോ, ഇവിടെ ഉള്ളവർക്കെല്ലാം മുടിഞ്ഞ മോടെ. ഇപ്പം പറഞ്ഞ അവന്മാർക്ക് എന്നെ അറിഞ്ഞൂടെ എപ്പം തരുമെന്ന്. പ്ലീസ് അളിയാ. അളിയാ, നിനക്കാവുമ്പോ എത്ര സമയം വേണം? രാവിലെ കൊടുക്കാന്ന് പറഞ്ഞതാണ്, അതുകൊണ്ടാ. i5 4GB RAM 2.1 സ്പീക്കേഴ്സ് ഒറിജിനൽ മദർ ബോർഡ്. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതിയല്ലേ? എന്താന്ന് അറിഞ്ഞൂടാ, ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. വാ ശരിയാക്കാം. എല്ലായിടത്താ വാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്റഗ്രേറ്റഡ് കമ്പ്യൂട്ടേഴ്സ് എന്നാ സാറിന്റെ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ കൊണ്ടുവന്നല്ലോ. ആരാ സാർ കമ്പ്യൂട്ടർ കൊണ്ടുവന്ന്? മിസ്റ്റർ അരുൺ. സാർ, എന്റെ പേര് കിരൺ. എന്നോടല്ലാതെ വേറെ ആരോടെങ്കിലും കമ്പ്യൂട്ടറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നോ, നിങ്ങൾ പറഞ്ഞു വിട്ടാണെന്ന് പറഞ്ഞ അയാൾ വന്നത്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എനിത്തിങ് റോങ്? നോ സാർ. ഇപ്പൊ എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. എല്ലാവർക്കും ഈ കോൺഫിഗറേഷൻ മതി. സർവീസ് എഞ്ചിനീയർ കൂടെ ആയതുകൊണ്ടാണ് തനിക്കുള്ള ടാർഗറ്റ് ഞാൻ പകുതിയാക്കിയത്. ആ പകുതിയാക്കിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി താൻ ഇല്ലാത്ത ഓർഡർ ബില്ല് ചെയ്തു. വളരെ ചീപ്പായി കിരൺ. അല്ല സാർ, ഞാൻ ഇത്തരം പല അടവുകൾ കണ്ടിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ അത് തന്റെ പേരിലേക്ക് മാറ്റി ഞാൻ ബില്ല് ചെയ്യും. യു ക്യാൻ ഗോ നൗ. ആ കിരൺ സാർ, ഇനിയും ഇത്തരം ചീറ്റിംഗ് എന്തെങ്കിലും തന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ ഐ വിൽ ടെർമിനേറ്റ് യു.